ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചത് കണ്ടില്ലേ, ഇതേപോലെ കൂവയുടെ ഇല വെച്ചിട്ട് ഞാനൊരു ആവിയട ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്ന് തീരെ വയ്യാത്തൊരു ദിവസമാണ്, നല്ല തലവേദനയും പനിയൊക്കെ ഉണ്ട്. എന്നാലും മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരിക. അപ്പോൾ അപ്പോഴേക്കും ഞാൻ വേഗം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ വാഴയുടെ ഇല കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൂവയുടെ ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂവയുടെ ഇലയിൽ ഞാൻ എണ്ണമഴുക്കൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പച്ചവെള്ളം വെച്ചിട്ട് തന്നെ ഈ മാവിനെ നന്നായിട്ട് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം തേങ്ങ ശർക്കരയും മേലെ വെതറി കൊടുത്തിരിക്കുകയാണ്. അതല്ലാതെ ഒട്ടും എണ്ണമഴുക്ക് ഇലയിൽ പതിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് സമയം വെന്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇലയിലൊന്നും പറ്റി പിടിക്കാതെ കിട്ടും. ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് പരത്തി കൊടുത്തു കേട്ടോ. എൻ്റെ കയ്യിൽ നിറയെ വെള്ളമാണ്, കാരണം എനിക്ക് കയ്യിൽ മാവ് ആവുമ്പോൾ ഞാൻ പോയിട്ട് കഴുകുമായിരുന്നു കേട്ടോ. എന്തോ ഒരു മാതിരി തോന്നി മാവ് കയ്യിലിങ്ങനെ പറ്റി പിടിച്ചപ്പോൾ. അതിന് ശേഷം എന്താ കണ്ടോ, ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഒന്ന് വെച്ചതൊന്ന് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇലയിലൊന്നും പിടിച്ചിട്ടില്ല. ഇലയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് അടർന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അടിത്തട്ടിലും വെച്ചിരുന്നു, 2 തട്ടായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതെടുത്തതിന് ശേഷം ഞാൻ അടുത്ത ട്രിപ്പും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂവയുടെ ഇല വെച്ചിട്ട് ഉണ്ടാക്കിയൊരു അടയാണ് കേട്ടോ. എന്നും ആവി അടയാണ് ഉണ്ടാക്കാറ്, ഇന്ന് കൂവയുടെ ഇല വെച്ചിട്ടാണ് ഞാൻ അട ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായിട്ട് വെന്തുണ്ട്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിടയിൽ ഹിബമോൾ വന്നിട്ട് ഒന്ന് കഴിച്ച് പാലൊക്കെ കുടിച്ച് കിടന്നുറങ്ങി കേട്ടോ. അവളുടെ സ്കൂൾ നേരത്തെ വിടും. പിന്നെ ലുബമോളാണെങ്കിൽ 5 മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. വേണ്ട, നല്ല വെന്തുണ്ട് കേട്ടോ. വേവൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്, നല്ല മധുരവും തേങ്ങയുടെ ഇതൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഷേപ്പ് വ്യത്യാസമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി. അട തന്നെയാണ്, ഷേപ്പ് വ്യത്യാസത്തിൽ എന്നും ഇത് കണ്ട ഇലയുടെ ഷേപ്പ് വന്നിട്ടുണ്ടല്ലോ. എന്നും നമ്മൾ വാഴയുടെ ഇല വെച്ചിട്ടല്ല ഉണ്ടാക്കുക. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.